ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി നേരെ രേവതിയുടെ അടുത്തിട്ട് അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം തനിക്ക് തലവേദന എടുക്കുന്ന രേവതി ഒരു ഗ്ലാസ് ചായ തരാമെന്ന് ചോദിക്കുന്നൊക്കെ ഉണ്ടല്ലേ. ആ ഒരു സമയത്ത് രേവതി ചായ തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, രേവതി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് എൻ്റെ തലയിൽ എൻ്റെ ഇത്രയും മുല്ലപ്പൂ വെച്ചേക്കുന്നതെന്ന് ചോദിക്കാനാണ് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല രേവതി, ഇപ്പം പുതിയൊരു കാർ എടുത്തു കൊടുത്തല്ലോ, അതിന് ഏകദേശം ഒരു സെക്കൻഡ് ഹാൻഡ് കാറായാലും ഏകദേശം ഒരു 3-4-5 ലക്ഷം രൂപയായി കാണും. അപ്പോൾ ആ ഒരു കാറ് നീ തന്നെയാണ് എടുത്തു കൊടുത്തതെന്ന് ചോദിക്കുന്ന സമയത്ത് അതെ ഞാൻ തന്നെയാണെന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. ഈ ഒരു സമയത്താണ് വർഷ അതിലെ പാസ് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇരുവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ വർഷ വേഗം തന്നെ അടുക്കളയുടെ വാതിക്കൽ വന്ന് നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തിനാ രേവതി കള്ളം പറയുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ശ്രുതി കള്ളം പറഞ്ഞത്, ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത്. അന്ന് 500 പൂമാലയിൽ ഓർഡർ കിട്ടി നീ കണ്ടല്ലേ, അതുകൊണ്ട് മേടിച്ചതാണെന്ന് പറയുന്ന സമയത്ത് അല്ല എന്തോ ഒരു ആൾക്കാർ പൂക്കട കെട്ടി ജീവിക്കുന്ന അവർക്കൊക്കെ ഇതുപോലെ ഫംഗ്ഷൻ വരുന്ന സമയത്ത് ഇഷ്ടം പോലെ പൈസയും കിട്ടാറുണ്ട്, പക്ഷേ ഇതുപോലെ കാറൊന്നും മേടിക്കാറൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർക്ക് മേടിക്കണ്ടെന്ന് തോന്നിക്കാണോ അതുകൊണ്ട് മേടിച്ചാലോ, പക്ഷേ എനിക്ക് മേടിക്കണം തോന്നി അതുകൊണ്ടാണ് ഞാൻ മേടിച്ചതെന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതി ചോദിക്കുകയാണ്, എന്നാലും അങ്ങനെയാണ് രേവതി പൂക്കളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് പൈസ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ശ്രുതിക്ക് എന്താ അറിയേണ്ടത് എന്ന് നമ്മുടെ രേവതി ചോദിക്കുമ്പോഴത്തേക്ക് അതല്ല രേവതി, നീ ഇപ്പം കാറ് മേടിച്ച് കൊടുത്തെന്ന് പറഞ്ഞല്ലോ, അതിന് നീ തന്നെ മേടിച്ചതാണോ അതോ സച്ചി മേടിച്ചിട്ട് നിന്റെ പേര് പറഞ്ഞതാണോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ ശ്രുതി ഇത്ര അറിയാനുള്ളത്, ഞാൻ തന്നെയാണ് സച്ചേട്ടന് മേടിച്ചത് കൊടുത്തത്, നിനക്കിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ പതുക്കെ പറയാണ്, ഇപ്പോൾ കുഴപ്പമേ ഉള്ളൂ, നീ അങ്ങനെ ഓരോ സാധനങ്ങളും മേടിച്ച് കൊടുക്കുക, എനിക്കാണ് ഇപ്പോൾ സ്വൈര്യമില്ലാത്തതെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പതുക്കെ പറയുമ്പോഴത്തേക്കും രേവതി ചോദിക്കുന്നുണ്ട്, എന്താ നീ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒന്നുമില്ല, നീ എന്തായാലും സച്ചിക്ക് കാറ് മേടിച്ച് കൊടുത്തല്ലോ, ഇപ്പോൾ കാറ് മേടിച്ച് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു, സച്ചി നീ തമ്മിൽ എന്തോരം വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അതുമാത്രമല്ല അവൻ നിൻ്റെ അനിയൻ്റെ കൈ തല്ലി ഓടിച്ചതല്ലേ, നിന്നെ മര്യാദയ്ക്കൊന്നും നോക്കുന്ന പോലും ഇല്ല സച്ചി എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുമ്പോഴത്തേക്കും ആര് പറഞ്ഞ് സച്ചിൻ എന്നെ നോക്കുന്നില്ല എന്ന്, ഞങ്ങളുടെ പിണക്കങ്ങളെല്ലാം തന്നെ ഞങ്ങൾക്കുള്ളിൽ തീരാറുണ്ട്, ഭാര്യ ബന്ധത്തിനിടയിൽ പിണക്കങ്ങളൊന്നും വെച്ച് പുലർത്താൻ പാടില്ല, അത് അപ്പം തന്നെ പറഞ്ഞു തീർത്തോളം, അതുപോലെയാണ് ഞങ്ങൾ പെരുമാറുന്നതെന്നൊക്കെ ഇന്ന് രേവതി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് വർഷയ്ക്ക് ഭയങ്കര സന്തോഷമാവുക കേട്ടോ. ഈ ഒരു സമയത്തും ശ്രുതി ഇപ്പം കാറ് മേടിച്ചു കൊടുക്കേണ്ടായിരുന്നു, ഇതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടായത് എന്ന രീതിക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കേൾക്കുമ്പോഴത്തേക്കും വർഷ അകത്തേക്ക് കയറി വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം ശ്രുതി ചേച്ചിക്ക് എന്താ അറിയേണ്ടത്, രേവതി ചേച്ചിയുടെ ബാങ്ക് ബാലൻസ് വരെ ഇപ്പം ചോദിച്ചറിയുമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതൊന്നുമില്ല പക്ഷെ നമ്മളൊരു കുടുംബമല്ല, അതുകൊണ്ട് ഞാൻ രേവതിയോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു എന്നുള്ളൂ എന്നൊക്കെ പറയുകയാണ് ശ്രുതി. ഇത് കേൾക്കുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, അങ്ങനെ പാടില്ല ചേച്ചി, നമ്മളൊരു കുടുംബമൊക്കെ തന്നെയാണ്, അത് കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചറിയാം, പക്ഷേ ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചറിയേണ്ട കാര്യം ചേച്ചിക്കോ എനിക്കോ ഇല്ല. രേവതി ചേച്ചിയുടെ ഹസ്ബൻഡിനെ രേവതി ചേച്ചിനെ സ്നേഹിക്കുന്നുണ്ട്, പരസ്പരം അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടെന്നും പറഞ്ഞു, പിന്നെ ഇപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്നിട്ടും വലിയ കാര്യമില്ല, തനിക്ക് രഹസ്യങ്ങളൊന്നും കിട്ടുകയില്ല എന്നൊക്കെ തോന്നിക്കൊണ്ട് നമ്മുടെ ശ്രുതി പോകാനിരിക്കുന്ന സമയത്ത് രേവതി വേഗം ശ്രുതിക്ക് ചായ കൊടുക്കാണ്ടോ. പെട്ടെന്ന് തന്നെ ശ്രുതി ചോദിക്കുന്നത്, ഇതെന്തിനാ എനിക്ക് ചായ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് തലവേദന എടുക്കുന്ന ചായ തരാൻ പറഞ്ഞില്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. ഈ സമയം ശ്രുതി ഞാൻ ഓർക്കുന്നുണ്ട് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു, ആ ചായ തന്നേക്കെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ തടി തപ്പുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വർഷയോടായിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, വർഷ നിനക്ക് ചായ വേണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്തായാലും ഇവിടെ വന്നല്ലേ രേവതി ചായ എടുത്തോളാൻ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ശ്രുതി പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അവളാണെങ്കിൽ കാറ് മേടിച്ചു കൊടുത്തു, അതിൻ്റെതായ ബാധ്യത ഇപ്പോൾ എനിക്കാണ് വന്നിരിക്കുന്നത്, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ ശ്രുതി ഉള്ളത്. പിന്നീട് കാണിക്കാൻ നമ്മുടെ മഹിമ വീട്ടിലേക്ക് വരികയാണ്. മഹിമ വരുന്ന കാണുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അകത്ത് കയറ്റിയെത്തിയതിന് ശേഷം രേവതിനെ വിളിക്കുകയാണ് ചായ എടുത്തുകൊണ്ട് വരാനായിട്ട്. ഈ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, രേവതി ഇവിടെ ഇല്ല ആൻറ്റി, ഏതൊരു ഓർഡർ കൊടുക്കാണ്ട് പോയിരിക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്കും ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു, അവളെ ഒരു പൂക്കട തുടങ്ങിയെന്ന് വിചാരിച്ച് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട കാര്യമുണ്ടോ, കേട്ടില്ലേ മഹിമ, ഇങ്ങനെ ഒരു പൂക്കടയുടെ കാര്യം ഇവക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതിനെന്താ, അതൊരു ബിസിനസ് അല്ലേ, സ്വന്തം കാര്യം നിൽക്കാൻ പാകത്തിന് ഒരു ബിസിനസ് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്, പിന്നെ പൂക്കട അത്ര വലിയ ചെറിയ പണിയൊന്നുമല്ല, പക്ഷെ പറഞ്ഞിരുന്നു രേവതിക്ക് വലിയൊരു ഓർഡർ കിട്ടിയാൽ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പൂക്കട നല്ലൊരു ബിസിനസ് തന്നെയാണെന്നൊക്കെ മഹിമ പറയാം കേട്ടോ. പെട്ടെന്ന് തന്നെ അടി കിട്ടിയ അവസ്ഥയാവണം ചന്ദ്രയ്ക്ക്. ഈ സമയത്ത് മഹിമ പറയുന്നുണ്ട്, രേവതിയുടെ പൂക്കടയ്ക്ക് ചന്ദ്രയുടെ പേരല്ല ഇട്ടേക്കുന്നത്, അതുപോലെ ശ്രുതിയുടെ പാർലറിനും ചന്ദ്രയുടെ പേരല്ല ഇട്ടേക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേഗം ചന്ദ്ര ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കാണ്ടോ. പെട്ടെന്ന് തന്നെ ശ്രുതി ഇവിടെ നിന്ന് എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, എങ്ങനെയല്ല ഇവിടെ തടി തപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നത്, ആൻറ്റി നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ചായയുമായിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്ന സമയത്ത് മഹിമ പറയുന്നുണ്ട്, മോളെ ഇങ്ങോട്ടും പോകണം, മോൾ ഇവിടെ ഇരിക്കുക, ചായയൊന്നും എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ അവിടെ നിർബന്ധിച്ച് പിടിച്ചിട്ടാണ് കേട്ടോ. ഉടനെ തന്നെ മഹിമ പറയുന്നുണ്ട്, ചന്ദ്രേ എനിക്കൊരു ആഗ്രഹമുണ്ട്, മക്കളുടെ കല്യാണം കാണാൻ സാധിച്ചില്ല, മാത്രമല്ല ബന്ധുക്കളും വീട്ടുകാരും ആരും തന്നെ ശ്രീകാന്തിനെ ഇതുവരെ കണ്ടിട്ടില്ല,
അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഫംഗ്ഷനായിട്ട് വീട്ടിൽ നടത്താനായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്. വെറുതെ ഫംഗ്ഷൻ നടത്താൻ പറ്റില്ല, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ താലി മാറ്റി കെട്ടിട്ടില്ലല്ലോ, അത് നമുക്കൊരു ചടങ്ങ് പോലെ അങ്ങ് നടത്താം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, താലിമാറ്റ ചടങ്ങൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നടത്തുന്നതാണോ മഹിമ ആരെങ്കിലും എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതിനിപ്പോൾ എന്താ ഇപ്പം ഇഷ്ടം പോലെ ചടങ്ങുകൾ ആൾക്കാർ നടത്തുന്നുണ്ട്. ഹൽദി അത് ഇതെന്നൊക്കെ പറഞ്ഞ് 2 ദിവസമാണ് ചടങ്ങിന് പോകുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തന്നെ നമുക്ക് ഈ ഒരു ചടങ്ങ് നടത്താം. എന്തായാലും എൻ്റെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും രണ്ടുപേരെയും കാണുകയും ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ മഹിമ പറയുമ്പോഴത്തേക്കും ചന്ദ്രയും അത് ശരിയാണെന്ന് പറയുകയാണ്. അതിനുശേഷം ചന്ദ്ര തനിക്കൊരു ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും മഹിമ പറയുന്നുണ്ട്, എന്താ ചന്ദ്രയുടെ ആഗ്രഹം പറഞ്ഞോളാൻ പറയുമ്പോഴത്തേക്കും, അല്ല വർഷയ്ക്ക് മുന്നേ കല്യാണം കഴിച്ചതാണല്ലോ ശ്രുതിയുടെയും ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അന്ന് ശ്രുതിയുടെ കല്യാണത്തിന് തന്നെ ശ്രുതിയുടെ അച്ഛന് വരാൻ സാധിച്ചില്ല. ശ്രുതിയുടെ അച്ഛനും ഇതുപോലെ തന്നെ ഇവരുടെ കല്യാണം കാണണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, നമുക്ക് ഈ ഒരു ചടങ്ങിൻ്റെ കൂടെ ഇതും കൂടെ നടത്തണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടെന്ന് ചന്ദ്ര പറയുമ്പോഴത്തേക്കും ശ്രുതി ആകെ ഷോക്കായി നിൽക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ മഹിമ പറയുന്നുണ്ട്, അതിനെന്താ ഈ ഒരു ചടങ്ങിൻ്റെ കൂടെ ശ്രുതിയുടെ ചടങ്ങ് നടത്താമല്ലോ. ശ്രുതിയുടെ അച്ഛനോട് എത്രയും വേഗം വരാൻ പറഞ്ഞു, ഡേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നു മഹിമ പറയുകയാണ്. ശ്രുതിക്കാണെങ്കിലോ ഭൂമി പിളർന്നൊക്കെ താഴത്തേക്ക് പോയാൽ മതി എന്നുള്ള അവസ്ഥയിൽ നിൽക്കാൻ കേട്ടോ. കാരണം ഇളയച്ചനെ കൊണ്ടുവന്നതിൻ്റെ ബുദ്ധിമുട്ട് ഇതുവരെ മാറിയിട്ടില്ല, ഇനി ഒരു അച്ഛനെയും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ഒരു മൈൻഡിൽ നിൽക്കാൻ കേട്ടോ ശ്രുതി. പെട്ടെന്ന് തന്നെ മഹിമ പറയുന്നുണ്ട്, എന്തായാലും എല്ലാ ഡേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. പിന്നെ ചന്ദ്രയുടെ ഹസ്ബൻഡിനോട് ഞാൻ സംസാരിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അതൊന്നും വേണ്ട, രവിയേട്ടനോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അതിനുശേഷം മഹിമ താൻ പോകട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത്, അയ്യോ ചായ ഒന്നും കുടിച്ചില്ലല്ലോ, ഞാൻ ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പോകാൻ തുടങ്ങുമ്പോഴത്തേക്കേ വേണ്ട, ചായയൊന്നും വേണ്ട, ഇനിയിപ്പോൾ ചടങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടി വരുമല്ലോ, അന്നേരം ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പറയാം, പിള്ളേർ വരുമ്പോൾ ഞാൻ വന്നു എന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് മഹിമ പോവാൻ കേട്ടോ. മഹിമ പോയതിൻ്റെ തൊട്ട് പുറകെ തന്നെ ചന്ദ്ര വന്നിട്ട് ശ്രുതിയോട്ട് പറയുന്നുണ്ട്, ശ്രുതി നീ കേട്ടില്ലേ, എത്രയും വേഗം അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറയണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ആൻറ്റി ഇങ്ങനൊരു ചടങ്ങ് നടത്തണോ, എനിക്ക് ഇങ്ങനൊരു ചടങ്ങിനോട് താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, നിനക്ക് താല്പര്യമില്ലേ, വേണ്ട എനിക്ക് താല്പര്യമുണ്ടെന്ന് ചന്ദ്ര മറുപടി പറയുന്നുണ്ട്. മാത്രമല്ല ചന്ദ്ര പറയുകയാണ്, ഈ വീട്ടിലെ മൂത്ത മകൻ എന്ന രീതിയിൽ ശ്രുതിക്കാണ് ഞാൻ സാധനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രുതിയുടെ എന്ത് കാര്യത്തിനും ശ്രുതിക്ക് തന്നെയാണ് മുൻഗണന നൽകേണ്ടത്. അതുകൊണ്ടാണ് ശ്രുതിയുടെ ഒരു ചടങ്ങ് നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായത്. എൻ്റെ അതിൽ ഒരു കാര്യം ചെയ്യണം, അച്ഛനെ വിളിച്ചിട്ട് എത്രയും വേഗം വരാൻ പറയണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, അച്ഛൻ ഇവിടെ ഇല്ല, ബിസിനസ്സിലാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, എന്ത് ബിസിനസ്, സ്വന്തം മകളുടെ കാര്യം പോലും നോക്കാതെ നിങ്ങളുടെ ബിസിനസ് കാണിച്ചിറക്കുന്നത്. എന്തായാലും ഈ ഒരു ചടങ്ങിനും കൂടെ കൂടിയിട്ട് അദ്ദേഹം വന്നില്ല എന്നാണെങ്കിൽ പലർക്കും പല സംശയങ്ങളും ഉണ്ടാവും ശ്രുതി എന്നൊക്കെ ഇങ്ങനെ ഒരു താക്കീത് പോലെ ചന്ദ്ര നൽകുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രുതി ഞെട്ടിപ്പോകുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എനിക്ക് അതിന് നിന്റെ കാര്യത്തിൽ സംശയമൊന്നുമില്ല, പക്ഷേ വരുന്നവർക്ക് അവരെ കാണിച്ചു കൊടുക്കാനും പരിചയപ്പെടുത്തുവാനായിട്ടെങ്കിലും നിന്റെ അച്ഛനോട് വരാൻ പറയണം, എല്ലാവരും അറിയട്ടെ എൻ്റെ 2 മരുമക്കൾ വലിയ കുടുംബത്തിൽ നിന്ന് ഉള്ളതാണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ശ്രുതി നേരെ എന്നിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മീരയോടായിട്ട് പറയുന്നുണ്ട്. മീര പറയുകയാണ്, എന്തായാലും താലിമാറ്റ ചടങ്ങ് അത് നല്ലൊരു ചടങ്ങൊക്കെ തന്നെയാണ്, അങ്ങ് നടത്താമെന്ന് നീ സമ്മതിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, നീ എന്തറിഞ്ഞിട്ടാ മീര ഈ ഒരു ചടങ്ങിന് എൻ്റെ അച്ഛനും പിന്നെ മാത്രമല്ല ഈ ഒരു ചടങ്ങ് നടത്തണമെങ്കിൽ നല്ലൊരു പണം വേണം, ഇതൊക്കെ ഞാൻ എങ്ങനെ ഒപ്പിക്കുമെന്നാണ് നീ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, പണത്തിൻ്റെ കാര്യം അത് നമുക്ക് എങ്ങനെ ഒപ്പിക്കാം, പിന്നെ നിൻ്റെ അച്ഛൻ മരിച്ചുപോയ അച്ഛൻ എന്തായാലും കൊണ്ടുവരാൻ പറ്റില്ല, പിന്നെ ഒരു കാര്യം ചെയ്യാം, നീ ഒരുപാട് നുണകൾ പറയുന്നല്ലേ, അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് വേണം മറ്റൊരു നുണയും കൂടെ പറയുമ്പോഴത്തേക്കും, മീര നീ എനിക്ക് അറിയാൻ പാടിഞ്ഞിട്ട് പണ്ടത്തെ പോലും ഒന്നുമല്ല ചന്ദ്രാൻറ്റി, അന്ന് ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൻറ്റിയുടെ മുഖം ഞാൻ കണ്ടതാണ്, രേവതിയോട് പോലും ആൻറ്റി ഇതുപോലെ പെരുമാറിയിട്ടില്ല, ഇതിപ്പോൾ ഞാൻ എന്ത് കള്ളമാ പറയേണ്ടത്, എനിക്കൊന്നും അറിയില്ല മീര എന്നും പറഞ്ഞുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ ശ്രുതി. പിന്നീട് കാണിക്കുന്ന മഹിമയും മധുസൂദനെയാണ് കേട്ടോ. മഹിമ വരുന്ന കാണുമ്പോൾ തന്നെ മധുസൂദനൻ ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഞാൻ നമ്മുടെ മോളുടെ വീട്ടിൽ പോയതാണെന്ന് മഹിമ മറുപടി പറയുന്നുണ്ട്. മോളുടെ വീട് ഇതല്ലേ എന്ന് മധുസൂദനൻ ചോദിക്കുന്ന സമയത്ത്, അതെ മോളുടെ വീട് ഇതൊക്കെ തന്നെ, പക്ഷെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോയതെന്നൊക്കെ പറയാൻ കേട്ടോ. നീ എന്തിനാ അവിടേക്ക് പോയത്, നിനക്ക് മോളെ കാണണമെങ്കിൽ സ്റ്റുഡിയോയിലേക്ക് പോയാൽ പോരെ എന്നൊക്കെ മധുസൂദനൻ ചോദിക്കുന്ന സമയത്ത്, അതല്ല മധുവായിട്ട് മോളുടെ താലിമാറ്റൽ ചടങ്ങ് അത് ഇവിടെ വെച്ച് നടത്തണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതേക്കുറിച്ച് സംസാരിക്കാനായിട്ട് പോയതാണെന്ന് മഹിമ പറയുമ്പോഴത്തേക്കും മധുസൂദന ഇഷ്ടപ്പെടുകയില്ല കേട്ടോ. മധുസൂദനൻ പറയുന്നത്, നീ എന്തിനാ അങ്ങോട്ടേക്ക് ആ ഒരു ചടങ്ങിന് വേണ്ടി ആര് വിളിക്കാൻ പോയത്, രവിയും കുടുംബവും എൻ്റെ കൂടെ ഒരു ചടങ്ങിലും പങ്കെടുക്കുന്ന ഇഷ്ടമല്ല, അത്രയ്ക്ക് എന്നെ നാണം കെടുത്തതാണ് അവരുമായിട്ടുള്ള ചടങ്ങിന് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മധുസൂദനൻ പിണങ്ങി പോകാൻ തുടങ്ങുന്ന സമയത്ത് മഹിമ പറയുന്നത്, മധുവായിട്ട് അവിടെ നിൽക്ക്, നമ്മുടെ മകൾ നമ്മളുടെ വീട്ടിൽ വരണമെന്ന് മധുവേട്ടന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അത് ആഗ്രഹമില്ലാത്ത ആർക്കുള്ളത്, നിനക്കില്ലേ, അതുപോലെ തന്നെ എനിക്കും ഉണ്ടെന്ന് മറുപടി പറയുമ്പോഴത്തേക്കും മഹിമ പറയുകയാണ്, എന്നാൽ അതിലുള്ളൊരു വഴിയാണ് ഞാൻ ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്, ഈ ഒരു ചടങ്ങിലൂടെ നമ്മുടെ മകൾ
എന്നേക്കുമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നതായിരിക്കും, കൂടെ ശ്രീകാന്തും ഉണ്ടാകുമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മകളുടെ കാര്യമൊക്കെ, പക്ഷെ ശ്രീകാന്ത് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രിയപ്പെട്ടതാണെന്നൊക്കെ മധു മറുപടി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മഹിമ പറയുകയാണ്, കുടുംബം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രിയപ്പെട്ടതായിരിക്കും, പക്ഷേ ഈ ഒരു ചടങ്ങ് മുഖേന അവരുടെ വീട്ടിലൊരു വെള്ളടിയനുണ്ടല്ലോ, അവനെ കൊണ്ട് ഈ ഒരു ചടങ്ങ് ഞാൻ കുളമാക്കിക്കും. അതുമൂലം നമ്മുടെ ശ്രീകാന്തും പക്ഷേ എന്നേക്കുമായിട്ട് ഇവിടെ തന്നെ നിൽക്കും. അതിനുള്ള പദ്ധതികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് മഹിമ പറയുകയാണ്. ഇതേ സമയം തന്നെ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രേവതി. ഈ സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചിയുടെ കയ്യിൽ ഒരു പൊതിയോ ഉണ്ടാവട്ടെ, എന്നിട്ട് പറഞ്ഞു, രേവതി നീ വന്ന് നിനക്ക് സർപ്രൈസായിട്ട് ഞാൻ ഒരു സാധനം അല്ല രണ്ട് സാധനം മേടിച്ചിട്ടുണ്ട്, വേഗം വായെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സമയത്താണ് അയ്യോ ഞാൻ അടുപ്പത്ത് പാൽ വെച്ചിട്ടുണ്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഓടി അടുക്കളയ്ക്ക് പോകുന്നത്. സച്ചിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ ഇരിക്കുന്ന സോഫയിലേക്ക് ഇരിക്കുകയും ചെയ്തു. ഈ ഒരു സമയത്താണ് ചന്ദ്ര രേവതി എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. വേഗം തന്നെ തൻ്റെ കയ്യിലുള്ള പൊതി ആ സോഫയിലുള്ള തലേനയുടെ ബാക്കിലേക്ക് സച്ചി ഒളിപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് മുൻപിൽ കിടക്കുന്ന ടേബിളിൽ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാഴ്ച കൊണ്ടുകൊണ്ട് ചന്ദ്ര രൂക്ഷമായി തന്നെ സച്ചിയെ നോക്കുന്നുണ്ട്. എന്നാൽ സച്ചി ചന്ദ്ര വന്നത് അറിയാത്ത പോലെ തന്നെ നിന്നുകൊണ്ട് ഇത് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വന്ന ഉടനെ തന്നെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, രേവതി പാലായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേ അതേ വരുന്നു അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പാല് കൊണ്ട് ചന്ദ്രയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, പാത്രം കഴുകിയോ മാവ് അരച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിയുടെ ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി ചന്ദ്രയെ തന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.